നമസ്കാരം. ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 18ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. സംസ്കൃത സാഹിത്യത്തിലെ കാവ്യ നാടകാദികളുമായി സല്ലപിച്ചിരുന്ന കേശവകുഞ്ഞ് ഒരു കാൽപ്പനിക ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. കള്ളവും ചതിയും വഞ്ചനയും ക്രൂരതയും നിറഞ്ഞ യഥാർത്ഥ ലോക ജീവിതത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് വലിയ പരിചയമില്ലായിരുന്നു. കേശവപിള്ളയുടെ ഉപദേശങ്ങൾ സ്ത്രീ തൽപരനായ ഒരു കുടിലൻ്റെ തന്ത്രമായി കാണാനായുള്ളൂ. അയാൾ ലോകത്തെ മുഴുവൻ വിദ്വേഷത്തോടെ നോക്കിക്കണ്ടു. മീനാക്ഷിയെ മനസ്സിൽ ധ്യാനിച്ച് അയാൾ കിടന്നു. കുലീനയായ തൻ്റെ പ്രേമഭാജനം അപരിചിതനും വയറ്റുപിഴപ്പിന് വേണ്ടി നീട്ടെഴുത്തി പണി ചെയ്ത് ഉപജീവനം നയിക്കുന്നതിനുമായ ഒരുവൻ്റെ മുന്നിലെത്തി സഹായം അഭ്യർത്ഥിച്ചത് നന്നായില്ല. എന്നാലും മീനാക്ഷി തികഞ്ഞ ചാരിത്രവതി എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു. തന്നെപ്പോലെ നിഷ്കളങ്കതയും ധർമ്മബോധവും അവൾക്കുമുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ഉറക്കം പതിയെ അയാളെ തഴുകി. അയാൾ സ്വർഗത്തിലേക്ക് വഴുതി വീണു. ഉച്ചാരണശുദ്ധി ശാസിക്കുന്ന തൻ്റെ ഗുരുനാഥൻ മനോമുകുരത്തിൽ തെളിഞ്ഞു. അച്ഛൻ ഉണ്ണിത്താൻ മകനു വേണ്ടി ഗുരുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഗുരുദക്ഷിണ കൊടുക്കുന്നു. ഗുരുവായ സാമ്പദീക്ഷിതർ കേശവകുഞ്ഞിന് പ്രസാദം കൊടുക്കുന്നു. ഇടതുവശത്ത് മീനാക്ഷി ഇരിക്കുന്നു. ഇതോടെ മീനാക്ഷിയുമായുള്ള വിവാഹ ചടങ്ങുകൾ അവസാനിക്കുന്നു. മീനാക്ഷിയുടെ പൂ പോലുള്ള കരസ്പർശത്താൽ അനുഭവപ്പെട്ട അനുഭൂതിയിൽ മറ്റുള്ളതെല്ലാം കേശവകുഞ്ഞിന് അവ്യക്തമായി. ലജ്ജാവതിയായിരുന്ന മീനാക്ഷി ഇപ്പോൾ സദസ്സിൽ വെച്ച് എല്ലാവരും കാണുകെ വേശ്യയെ പോലെ തന്നെ തലോടുന്നു. അത് കണ്ട് അവളെ കേശവൻ കുഞ്ഞ് രൂക്ഷമായി നോക്കുന്നു. അവളുടെ ചേതോഹരമായ മുഖം തെളിഞ്ഞു വരുന്നു. വികാരതരളിതമായ അവളുടെ കടാക്ഷങ്ങൾ അയാളുടെ മനസ്സിനെ ആഹ്ലാദ നിർഭരമാക്കുന്നു. ഒരു നിർജീവ സത്വമായി അയാൾ മഴ നനഞ്ഞു കുതിർന്ന ഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ആകാശം കാർമേഘാവൃതമായിരുന്നതിനാലും തനിക്ക് വന്നിരിക്കുന്ന മാനസിക വിഭ്രമത്തിനാലും ചുറ്റും കൂരിരുട്ട് പൊതിഞ്ഞതായി കേശവൻ കുഞ്ഞിന് തോന്നി. അയാളുടെ നാവ് താണുപോകുന്നു. ശാന്ത ഹരിപഞ്ചാനന്റെ മയക്കം വരുന്ന പ്രയോഗം കേശവൻ കുഞ്ഞിന്റെ ബോധത്തെ പരിപൂർണമായും മറച്ചു. ബാഹ്യേന്ദ്രിയങ്ങളും ആത്മാവും ചൈതന്യശൂന്യമായി കേശവൻ കുഞ്ഞിന് തോന്നി. ജീവലോകത്തെ കടന്ന് പരലോകത്തേക്ക് പ്രവേശിക്കുന്നതായി അയാളുടെ ക്ഷീണിതമായ ബുദ്ധിക്ക് തോന്നി. ശാന്ത ഹരിപഞ്ചാനൻ അയാളെ മരുത്വാമലയിൽ എത്തിച്ചപ്പോൾ പരലോകത്തേക്ക് പ്രവേശിച്ചതുപോലെ അയാളുടെ ഇന്ദ്രിയങ്ങൾ ഉണർന്നു തുടങ്ങി. ശരീരത്തെ ചലിപ്പിക്കാം എന്നായി. തലയ്ക്കൊരു ഭാരം അനുഭവപ്പെട്ടു. നേരിയ മുരളീരവം കാതുകളിലെത്തുന്നു. ശീതളമായ ഒരു കിടക്കയിൽ സുഖമായി കിടക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പക്ഷികളുടെ ഗാനാലാപം കേട്ടു. അടുത്തെങ്ങോ നിന്ന് അരുവിയുടെ ഒഴുക്കിന്റെ കളകള ശബ്ദം കേൾക്കുന്നു. ജനലിൽ കൂടി വെളിയിലേക്ക് ചെടികളും പൂക്കളും കാണാമെന്നായി. ദൂരെ ഗിരിനിരകളും അവയെ തഴുകുന്ന മേഘശകലങ്ങളും എല്ലാം കാണാം. പ്രശാന്ത സുന്ദരമായ ആ പ്രദേശം കേശവൻ കുഞ്ഞിനെ നന്നേ ആകർഷിച്ചു. പരിസരബോധം കുറെ കൂടെ ഉണ്ടായപ്പോൾ കേശവൻ കുഞ്ഞ് സ്വന്തം ശരീരത്തെയും വസ്ത്രം, ആഭരണം എന്നിവകളെയും പരിശോധിച്ചു. തന്നെ ആപത്തിൽ കുടുക്കിയ കുണ്ടലങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു. താൻ ജീവിച്ചിരിക്കുന്നുവെന്നും തൻ്റെ സുഖസൗകര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആരുടെയോ അധീനത്തിലാണെന്നും ബോധ്യമായി. ഈശ്വരനെ പ്രാർത്ഥിച്ചു. മുറിയുടെ ഒരു ഭാഗത്തുകൂടി വെളിച്ചം കടന്നു വരുന്നത് 2 ആൾ പൊക്കത്തിൽ ഭിത്തിയുള്ള ഒരു ദ്വാരത്തിൽ കൂടിയാണെന്ന് കണ്ടു. കണ്ടിട്ട് ഒരു കാരാഗ്രഹത്തിൽ തന്നെയാണ് താനെന്ന് കേശവകുഞ്ഞിന് മനസ്സിലായി. താൻ എങ്ങനെ ആരാൽ ഇവിടെ കൊണ്ടുവരപ്പെട്ടു എന്നയാൾ അതിശയിച്ചു. എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം? ചന്ദ്രക്കാരൻ അമ്മാവനോ അച്ഛനോ അല്ല തന്നെ മോചിപ്പിച്ചിരിക്കുന്നത്, തീർച്ച. ആയിരുന്നെങ്കിൽ ഇതുപോലെ തടവിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു, ബോധക്ഷയം വരില്ലായിരുന്നു. കൊള്ളക്കാരായിരുന്നുവെങ്കിൽ ആഭരണങ്ങൾ ശരീരത്തിൽ കാണില്ലായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, മറ്റാരും ആകാൻ ഇടയില്ല. തടവിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞ കേശവപിള്ള തന്നെയായിരിക്കാം ഇതിനു പിന്നിൽ. മീനാക്ഷിയെ തട്ടിയെടുക്കാനായിരിക്കാം ഇത് ചെയ്തത്. വഞ്ചിരാജ്യത്തിൻ്റെ നാശകാരണനായിരിക്കുന്ന കേശവപിള്ളയെ പറ്റി തക്ക സമയത്ത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാതെ പോയത് മണ്ടത്തരമായി പോയി എന്ന് കേശവൻ കുഞ്ഞ് വിചാരിച്ചു. അച്ഛനമ്മമാരെയും പ്രണയിനിയെയും കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ രാജഭടന്റെ വേഷത്തിൽ ഒരു ആയുധധാരിയായ ഭടൻ ഉള്ളിലേക്ക് കടന്നുവന്ന് കുളിക്കണ്ടേ എന്ന് വിനീതമായി ചോദിച്ചു. കേശവൻ കുഞ്ഞിന്റെ സംശയം ശരിയാണെന്ന് അയാൾക്ക് തോന്നി. രാജപക്ഷത്തുള്ളവർ തന്നെയാണ് തടവിലാക്കിയിരിക്കുന്നത്. അയാളെ കൊന്നുകളഞ്ഞാലോ എന്നുപോലും വിചാരിച്ചു. പക്ഷേ പരിക്ഷീണിതനും നിരായുധനുമാണല്ലോ, മറ്റുള്ളവരെ പോലെ കൊലപാതകയാകാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ദിവസം 2 നേരം കുളിക്കുന്ന സ്വഭാവക്കാരനായ കേശവൻ കുഞ്ഞിന് കുളിക്കാനുള്ള നിർദ്ദേശം സന്തോഷം പകർന്നു. തടവ് മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വളഞ്ഞ ഒരു ഗുഹയിലൂടെ മുന്നോട്ട് പോയി പുറത്തേക്കുള്ള വാതിൽ വരെ എത്തി. ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു വെളിയിൽ. തൻ്റെ മുന്നിൽ ചക്രവാള പര്യന്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ പ്രകൃതി ദൃശ്യം കണ്ട് നിന്നുപോയി. തടവിലാണെന്ന വസ്തുതയും മറന്നു. മരുത്വാമലയിലാണ് താൻ നിൽക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി. കുളിയും ഭക്ഷണവും കഴിച്ചു. എന്നാൽ മനസ്സ് വീണ്ടും മീനാക്ഷിയിലേക്കും മാതാപിതാക്കന്മാരിലേക്കും പ്രയാണം ചെയ്തു. കേശവൻ കുഞ്ഞിന്റെ തിരോധാനത്തിൽ മഹാരാജാവും നന്ദിയ തുണ്ണിത്താനും പുറമേ ക്രൂരമായ ഉദാസീനതയാണ് പ്രകടിപ്പിച്ചിരുന്നത്. എങ്കിലും രാജാവിൻ്റെ ചാരന്മാരും വനപ്രകൃതിയെ നിശ്ചയമുണ്ടായിരുന്ന ഉണ്ണിത്താൻ്റെ ആൾക്കാരും രഹസ്യമായ അന്വേഷണം അലംഭാവം കൂടാതെ നടത്തുന്നുണ്ടായിരുന്നു.
എത്രയൊക്കെ ആയിട്ടും ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് യാതൊരു വിവരവും കിട്ടിയില്ല. നല്ല ജനസ്വാധീനമുള്ള ഒരാളായിരിക്കണം ഇതിനു പിന്നിലെന്ന് രാജാവിന് മനസ്സിലായി. കേശവപിള്ളയാണ് എന്നുള്ള അപവാദം ശക്തിപ്പെട്ടപ്പോൾ അയാൾ സ്വയം ഒരു അന്വേഷണത്തിന് മുതിർന്നെങ്കിലും പക്കീർ സാർ നിരുത്സാഹപ്പെടുത്തി. തടവിൽ കഴിഞ്ഞിരുന്ന കേശവൻ കുഞ്ഞിനെ യഥായോഗ്യം പരിചരിച്ചു പോന്നു. സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു നൽകിയിരുന്നതെങ്കിലും വിരഹിയായ അയാൾ ഭക്ഷണത്തിനോട് പൊതുവെ വിമുഖനായിരുന്നു. സാഹിത്യകൃതികൾ വായിക്കാനുള്ള ഉത്സാഹവും നഷ്ടമായി. സദാസമയവും മീനാക്ഷിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മനോഹരമായ ചുറ്റുപാടുകൾ വിരഹിയായ അയാളുടെ വേദനയെ വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ക്രമേണ വർഷകാലമെത്തി. ധാര മുറിയാതെ മഴ പെയ്തു തുടങ്ങി. ഭീകരമായ ഇടിനാദം പർവ്വതസാനുക്കളിൽ പ്രതിധ്വനിച്ചു. തണുപ്പേറി വന്നു. തൻ്റെ വേർപാടിൽ അത്യുൽക്കടമായി വേദനിക്കുന്ന അമ്മയെപ്പറ്റി ചിന്തിച്ചപ്പോൾ അയാൾക്ക് വേദന ഒതുക്കാനായില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും തന്നെ കണ്ടെത്തി രക്ഷിക്കും എന്ന് അയാൾ വിശ്വസിച്ചു. കേശവൻ കുഞ്ഞിൻ്റെ പരിചാരകൻ ഇതിനോടകം അയാളുടെ വിശ്വാസം പിടിച്ചുപറ്റിയിരുന്നു. ചന്ദ്രക്കാരൻ ശുപാർശ ചെയ്ത് കിട്ടിയതാണ് തൻ്റെ പണിയെന്ന് അയാൾ കേശവൻ കുഞ്ഞിനെ അറിയിച്ചിരുന്നു. ആ നന്ദിബോധം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രക്കാരൻ അമ്മാവൻ്റെ കാര്യവും മറ്റും പറഞ്ഞ് സേവ പിടിക്കാൻ വരുന്ന ഭടൻ്റെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി കേശവൻ കുഞ്ഞിന് സംശയം തോന്നാതിരുന്നില്ല. കേശവപിള്ളയുടെ മറ്റൊരടവായിരിക്കുമോ ഇത് എന്ന് അയാൾ ശങ്കിച്ചു. അമ്മാവനെയോ അച്ഛനെയോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കത്തെഴുതി കൊടുത്താൽ മതി, ആരും അറിയാതെ അവർക്കത് എത്തിച്ചു കൊടുക്കാം എന്ന് പരിചാരകൻ കേശവൻ കുഞ്ഞിനോട് പറഞ്ഞു. കേശവൻ കുഞ്ഞ് പ്രതികരിച്ചില്ല. ഭടൻ്റെ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു അടവെടുത്തു. ചന്ദ്രക്കാരൻ യജമാനൻ്റെ ഗുരുവും മഹാരാജാവിൻ്റെ അടുത്ത ഉപദേശകനും നന്ദ്യതുണ്ണിത്താൻ്റെ സുഹൃത്തുമായുള്ള ഹരിപഞ്ചാനന്ദ യോഗീശ്വരനെ ശരണം പ്രാപിച്ചാൽ എല്ലാ ആപത്തുകളും മാറിക്കിട്ടും എന്ന് അയാൾ നിർദ്ദേശിച്ചു. മറ്റൊരു ദിവസം ചന്ദ്രക്കാരൻ്റെ മഹത്വത്തെ വർണ്ണിച്ചു. അയാളുടെ ശല്യമേറി വന്നപ്പോൾ ഒന്ന് പഠിപ്പിക്കണമെന്ന് കേശവൻ തീരുമാനിച്ചു. ഒരു ദിവസം പരിചാരകനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ ഞാൻ എഴുതിയിട്ടേ എൻ്റെ അച്ഛൻ്റെയോ അമ്മാവൻ്റെയോ അടുത്ത് അറിയിക്കാവൂ. അതിനേക്കാൾ തനിക്ക് 2 വരി താൻ നടിക്കുന്നിടത്തോളം കൃതജ്ഞനാണെങ്കിൽ എഴുതി ചാണ്ടിക്കളഞ്ഞു കളയരുതേ. കേശവൻ കുഞ്ഞ് എല്ലാം തുറന്നടിച്ചു. തടവിലാക്കിയിരിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമെന്നും അവരുടെ ഒരു ചട്ടുകം മാത്രമാണ് പരിചാരകനെന്നും മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. കാപട്യത്തിന് നിരൂപണമായ ഹരിപഞ്ചാനന്ദ യോഗീശ്വരനെയും വിട്ടില്ല. ദുരാഗ്രഹിയാണെങ്കിലും ചന്ദ്രക്കാരൻ അമ്മാവനെ ചൂഷണം ചെയ്യാനാണ് അയാൾ കൂടിയിരിക്കുന്നത്. സകലരെയും ദ്വേഷിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനോഹരമൂർത്തിയായ ശാന്ത ഹരിപഞ്ചാനന്ദ യോഗീശ്വരൻ തടവറയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭടൻ തൽക്ഷണം അപ്രത്യക്ഷനായി. ഇവരെന്താ മാജിക് കാണിച്ച് കളിക്കുകയാണോ? ഈ ശാന്ത ഹരിപഞ്ചാനന്ദ യോഗീശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കും മറ്റേയാൾ അപ്രത്യക്ഷനാവാൻ? അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് വരും എപ്പിസോഡുകളിലുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ.